ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അൺഎക്സ്പെക്ടഡ്ലി കഴിഞ്ഞ ദിവസത്തെ മൂഡ് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ചേരം എനർജി വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? സൂപ്പ് ഞാൻ ഉണ്ടാക്കുന്നൊന്നല്ല, പാക്കറ്റ് സൂപ്പ് അവന് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, വീട്ടിൽ നിന്ന് തന്ന മീൻ കറി ഉണ്ട്. അപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ അതാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പോവാ. ഞാൻ അബ്സെണ്ണയും പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ പോവാ ചപ്പാത്തി ചൂടാൻ. അവളില്ല, അപ്പൊ ചൂടാനായിട്ടാട്ടാ, വലിയ പണിയെടുക്കാനൊന്നല്ല, ചപ്പാത്തി ചുട്ട് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതോടുകൂടെ പണികൾ കഴിയല്ലോ. ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുമ്പോ അടുക്കളയിലായാലും പണി ചെയ്യുമ്പോ ഒരു എനർജിയാ. തന്നെ ഇരുന്ന് പണിയുമ്പോ വലിയ സുഖമൊന്നുമില്ല. വെറുതെ കേട്ടാ ഫോൺ നോക്കിയിരിക്കുന്നു. അപ്പൊ ഫിലിം ഏതെങ്കിലും ഉണ്ടോ നോക്കാണ് കാണാനായിട്ട്. ചപ്പാത്തി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി അടുപ്പത്തുണ്ട് മസാല. ഒന്ന് നന്നായി കുക്കായിട്ട് നമുക്ക് ചിക്കൻ ആയിരിക്കും കേട്ടോ. ഒന്നാവട്ടെ. അപ്പൊ ഞാൻ സാറ്റർഡേ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എല്ലാവർക്കും കൂടി അങ്ങോട്ട് കിച്ചണിൽ കയറാതെ പറഞ്ഞിട്ട് ആമി പിന്നെ ഈ പരിസരത്തേക്കൊന്നും അങ്ങനെ വരില്ല കേട്ടോ. അവൾ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്താലാണ് ആമി വരുള്ളൂ. അപ്പോൾ പിന്നെ അവൾ പഠിക്കാനിരിക്കുകയോ എന്തോ ചെയ്യാണ്. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു, അബ്ചാട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ചാട്ടൻ പാട്ടൊക്കെ പാടി. ഞങ്ങൾ കിച്ചണിലാണ് കേട്ടോ ഞങ്ങളുടെ ഒരു നമ്മുടെ കഴിവുകൾ ഞങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലം. ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഡാൻസ് കളിക്കും, പാട്ട് പാടും, ഒക്കെ ചെയ്യും കേട്ടോ. അത് നമുക്കെല്ലാതും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അബ്ചാട്ടൻ ചെറിയൊരു പാട്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ അത്യാവശ്യം സ്ഥലമുള്ളത്. കാരണം ഡൈനിങ്ങിലാകുമ്പോൾ മേശ കിടക്കുന്നുണ്ട്, ലിവിങ്ങിലാകുമ്പോൾ സെറ്റും കാര്യങ്ങളൊക്കെ കിടക്കില്ല. അപ്പോൾ കിച്ചണിലാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഏരിയ ഉള്ളത്. ഞാനിവിടെ ആദ്യം കരുതിയത് ഒരു ചെറിയൊരു ടേബിളും ചെയറൊക്കെ ഇട്ടാലോ എന്ന്. പിന്നെ ഞാൻ കരുതി വേണ്ട. ഞങ്ങൾ ചില ദിവസങ്ങളിൽ ഇവിടെ ഇരുന്ന് ഫുഡും കഴിക്കാറുണ്ട് കേട്ടോ, താഴെ ഇരുന്നിട്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും ഇരിക്കാൻ പറ്റില്ല, നല്ലതാണ് അവല്ല. താഴെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാലും കൈയൊക്കെ ധരിക്കും. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം, അബ്ചാട്ടൻ ചപ്പാത്തി ചൂടാ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആദ്യത്തെ അതിൻ്റെ ഇടയിൽ കൂടെ സൂപ്പൊക്കെ വന്ന് പരിചയപ്പെടുത്തി തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അധികം സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവന് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം റിലയൻസിൽ പോയപ്പോൾ അമ്മ സൂപ്പിൻ്റെ ഇത് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അത് മേടിച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട് ടൊമാറ്റോ സൂപ്പ്, പക്ഷെ അവിടെ അബ്ചാട്ടനും മാമിക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടാക്കാൻ മെനക്കെടാറില്ല. എനിക്കും ആദ്യമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഇഷ്ടം. അപ്പോൾ അത് ക്രീമി മഷ്റൂം സൂപ്പിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അത് അവൻ കാണിച്ചു തന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തി പരത്തി അബ്ചാട്ടൻ അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ന്യൂസ് പേപ്പർ ഞാൻ വിരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഉണ്ടാക്കുന്നത് വേഗം വിരിച്ചിടാൻ ചെയ്തിരുന്നത് കേട്ടോ. കാരണം ചൂടുന്നേക്കാളും സ്പീഡിൽ എനിക്ക് പരത്താൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു എക്സ്പേർട്ടായിട്ട് വരാണ് ഗൈസ്. സ്വയം വെക്കാൻ പാടില്ല എങ്കിലും ഞാനിതിപ്പോൾ ചെയ്ത് എനിക്ക് ഇത്തിരി സ്പീഡാണ് കേട്ടോ. കൈയെടുക്കാതെ തന്നെ പരത്താൻ എനിക്ക് പറ്റാറുണ്ട്. അപ്പം ഞാൻ ആദ്യനെ കൊണ്ട് പറഞ്ഞ് ഞാൻ സൂം ചെയ്തിട്ടൊക്കെ വീഡിയോ ഞാൻ ഇതിൽ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചേരേ. അപ്പം ഞാൻ ആദ്യം അടുത്ത് പറയാം, ആദ്യം ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞേന്നൊക്കെ ഞാൻ അവനെ കൊണ്ട് വായിപ്പിക്കാൻ നോക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ പൊടി ഇടുക, പിന്നെ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, പിന്നെ ഇങ്ങനെ ഇളക്കി അത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതൊന്ന് ചെറുതായിട്ട് വറ്റിക്കുക, സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിൽ വറ്റിച്ചെടുക്കുക. അത്രേനേ ഉള്ളൂ കേട്ടോ ഈ സൂപ്പിൻ്റെ പണി. ആദ്യനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് അവനും കൂടെ ഒന്ന് എൻഗേജ്ഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് TV വെച്ചിരിക്കാനാണ് ഈ പോകുന്നത്. അപ്പം പിന്നെ ഞാൻ കരുതി അവനെ ഇവിടെ തന്നെ ഒന്ന് ആക്റ്റീവാക്കി നിർത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ട് പാത്രം ഇടിപ്പിക്കാനും പാത്രം അത് എടുത്ത് വെക്കാനും അങ്ങനെയൊക്കെ ഞാൻ അവനോട് കുഞ്ഞു പണികൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണ് എനിക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. ലോങ് വെച്ചതും അടുത്തേക്ക് വെച്ചതൊക്കെ അവൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ നിന്ന് വായിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തി ഞങ്ങളുടെ കണക്ക് വെച്ചിട്ട് എൻ്റെ ആ മിക്സിയിൽ ഞാൻ ഒരു മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നില്ല. അതിൽ 2 പാത്രം നിറച്ച് ഇതെടുത്ത് കഴിഞ്ഞാൽ എനിക്കൊരു 10-12 ചപ്പാത്തി വരെ കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് അതേ ആവശ്യമുള്ളൂ. ഞാൻ പിറ്റേ ദിവസത്തേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചത് ഉപ്പുമാവായിരുന്നു, അതുകൊണ്ട് തന്നെ ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ നാശമൊന്നും ആവില്ല, നമുക്ക് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം ഇതിലൊക്കെ ഇത്തിരി ഒന്ന് ഉഷാറായി വരുന്നുള്ളൂ.
അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഞാൻ പരത്തി തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ ഒട്ടിപ്പിടിച്ച് മാവ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഇച്ചിരി പാടാ. അപ്പം അത്രയും സമയം അവിടെ പോവല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ അടുത്ത് കുറച്ചുകൂടി വലുതാവട്ടെ, ആദ്യം അമ്മേനെ ഹെൽപ്പ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പേരെ കൊണ്ട് ആമീനെയായാലും ആദീനെ കൊണ്ടും പണിയെടുത്ത് പഠിപ്പിക്കണം. പണിയെടുത്തെന്ന് പറഞ്ഞാൽ അവർ പഠിപ്പ് നിർത്തി പണിയെടുക്കാന്നല്ല കേട്ടോ, നമ്മുടെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം മക്കൾ. അതിപ്പോൾ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവനും ചപ്പാത്തി പരത്താൻ പഠിപ്പിക്കണം, പക്ഷെ ഒരു സമയം കഴിയട്ടെ എന്ന് കരുതിയിട്ട് ഇവൻ എന്തായാലും ഇത്രയല്ല ആയിട്ടുള്ളൂ. അല്ലാതെ ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ ഇവനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെ ആദ്യം ചപ്പാത്തി പരത്തുന്നത് സൂം ചെയ്ത് എനിക്ക് കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇപ്പോൾ പരത്താൻ ഏകദേശം അറിയാം കേട്ടോ. പണ്ടൊക്കെ എനിക്ക് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നിട്ടോ, അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക. പക്ഷെ നമുക്ക് പറ്റാത്തൊരു കാര്യമില്ലാന്നേ, നമുക്ക് എന്ത് കാര്യം പറ്റും. പക്ഷെ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യം നമുക്ക് സാധിക്കുന്നു കേട്ടോ, സാധിക്കും. എനിക്കത് എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇത്ര വലിയ മലമറിക്കുന്ന പണിയൊന്നല്ല എന്ന് എനിക്കറിയാം, എങ്കിലും എനിക്കിത് ചെയ്ത് പഠിച്ചത് എൻ്റെ അതങ്ങനെയല്ലേ. നമ്മളിപ്പോൾ ഒരു ഡ്രൈവിങ് ആദ്യം വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാവുമായിരുന്നു, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ചതാ. പക്ഷെ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അത് ട്രൈ ചെയ്ത് നോക്കണം. അത് ചെയ്ത് നോക്കാണ്ട് നമുക്ക് പറ്റില്ല എന്നൊക്കെ പറയണത് മണ്ടത്തരായിട്ട് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. നമ്മളെല്ലാതും ചെയ്യണമെന്നേ, അല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാനൊന്നും പാടില്ല. എനിക്കൊരു കാര്യം സജഷൻ പറയാനുള്ളതാണ് കേട്ടോ. അങ്ങനെ അതെ നമ്മുടെ ചപ്പാത്തി പണി ഇവിടെ നടക്കുന്നുണ്ട്. വല്ലാണ്ട് അങ്ങോട്ട് സൂം ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ. ഞാൻ സൂം ചെയ്തെടുത്ത ചപ്പാത്തികളൊക്കെ നല്ല റൗണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില പിന്നയുടെ ഭൂപടം പോലെയൊക്കെ ചില സമയത്ത് ആദ്യമൊക്കെ പാത്രം വെച്ചിട്ട് ഞാൻ ഷെയ്പ്പ് ആക്കാറുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നേ. പക്ഷേ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഭൂരി ഉണ്ടാക്കുമ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യും കേട്ടോ. അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചപ്പാത്തി എന്തോ അതിലാക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവാറില്ല. അത് ഞാൻ പരത്തന്നെ ചെയ്യാറ്. അപ്പോൾ അഭിച്ചേട്ടൻ ഫോൺ അവിടെ വെച്ചിട്ട് ഇയർഫോൺ വെച്ചിട്ട് ആളുടേതായ രാഷ്ട്രീയ ചർച്ചകളും കാര്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ആദ്യ സൂപ്പ്? ഞാൻ അമ്മ തന്ന ഇതിപ്പോൾ കർക്കിടക മാസമല്ലേ, അമ്മയുടെ ഔഷധം ഉണ്ടാ. അബ്ചേട്ടൻ ചപ്പാത്തി കറി. അബ്ചേട്ടൻ കഴിച്ചില്ലേ ഇത്? ഇനി വേണോ? എൻ്റെ ഹെയർ സ്റ്റൈല് ഭയങ്കര കോമഡി ആയിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ ഇത് തലത്തിൽ വേണേലും കൂടി കേട്ടാലോ. ഇത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം ഞാൻ ഓഫീസിലൊക്കെ പോയി വന്നിട്ട് എളുപ്പപ്പണിക്ക് അങ്ങനെ കെട്ടി വെച്ചുള്ളത്. അമ്മ ഉണ്ടാക്കിയുള്ളതുകൊണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ. സാധാരണ തന്നെ ഒരു ചവർപ്പ് ഉണ്ടാവാറുണ്ട്, മരുന്നിൻ്റെതായ ഒരു ചവർപ്പ്. പക്ഷെ ഇപ്രാവശ്യത്തെ ഉണ്ട് അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പണിക്കൊരു അവസാനം ഇല്ല എന്ന് പറയില്ലേ. ദോശമാവ് വരയ്ക്കാൻ നന്നാട്ടോ, ലോഡ് കൂടിയിട്ട് നിന്നു. അതൊന്ന് ചൂടാറിയിട്ട് വേണം ഒക്കെ തുടയ്ക്കണം, ഒക്കെ കച്ചറായിട്ടൊക്കെ എടുക്കണം. വൈകുന്നേരം എനിക്ക് പണിയെടുക്കാൻ നിൽക്കാൻ ഇഷ്ടമില്ല. പിന്നെ ഒരു കാര്യത്തിൽ നല്ലതാ, നമുക്ക് ഞായറാഴ്ച പണിയൊന്നും വേണ്ട. കാരണം എൻ്റെ ചിക്കൻ കറിയായി മീൻകറി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം അതെടുത്തിട്ടില്ല. നാളെ ഇച്ചിരി ചോറും എടുക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു. അയ്യോ, ഞാനിന്ന് എന്താ കഴിച്ചതെന്നറിയോ? ഞാനിന്ന് കഴിച്ചത് ഉപ്പുമാവും ചിക്കൻ കറിയാണ്. കാലത്ത് ഉപ്പുമാവ് ബാക്കിയുണ്ടായിരുന്നു. ടേസ്റ്റാട്ടോ ഉപ്പുമാവും ചിക്കൻ കറിയൊക്കെ ടേസ്റ്റാ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ്. പക്ഷെ ടേസ്റ്റ് പുട്ടും ചിക്കൻ കറിയൊക്കെ നമ്മൾ കഴിക്കില്ലേ, അതുപോലൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അരച്ച് വെച്ച് കുളിച്ചിട്ടൊക്കെ എടുക്കാം. നോക്കട്ടെ, ഫിലിമൊന്നും കാണാൻ പ്ലാനില്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ, വല്ല ഫിലിം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാവൂ. 10 മണി 6 ഇതിങ്ങനെ ഓഫാവില്ലേ ലോഡ് കൂടിയിട്ട്. പക്ഷെ അത്ര ലോഡൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. ശരി, ഇതരക്കട്ടെ. എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സജഷൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ്, ലോങ് വീഡിയോസിൽ എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം? ഇപ്പോൾ ഷോർട്സിൽ എൻ്റെ ഡാൻസ് വീഡിയോസാണ് എനിക്ക് കയറുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. ലോങ് വീഡിയോസിൽ എന്ത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഒരു ഹെൽപ്പായിരിക്കേ. കാരണം എനിക്ക് ലോങ് വീഡിയോ ഒന്നും കൂടി ഉഷാറാക്കണമെന്നുണ്ട്. എഫേർട്ട് എടുക്കാൻ റെഡിയാണ്. പക്ഷെ എന്ത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. കിച്ചൺ ക്ലീനായി ഗൈസ്. എൻ്റെ കഷ്ടപ്പാട്. ഒരു ലോഡ് പാത്രങ്ങൾ കഴുകി കണ്ടോ, ഇത്രയും പാത്രങ്ങൾ ഓവർഫ്ലോ ആണെന്ന്. പാത്രത്തിൻ്റെ ബേസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളിന്ന്. എന്നുവെച്ചാൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നോണ്ടേ അങ്ങനെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഞാനൊന്ന് അടിച്ചു മാറ്റാം. അവർ
എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവിയാണ് പുഷ്പ. അവരത് കാണാനിരിക്കുക. ഞാനൊന്ന് അടിച്ചു വരട്ടെ, നിറച്ച് പൊടിയുണ്ട്. കുക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, അടുക്കളയൊക്കെ രസമാണ്. ഞങ്ങളൊരു അടിച്ചു വരയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഫോൺ ചാർജ് ചെയ്യില്ല, ഫോൺ ചാർജ് വയ്ക്കും. എൻ്റെ കണ്ണുകൾ നോക്കുക ഗൈസ്, എനിക്ക് ഉറക്കം വന്ന് തുടങ്ങി. അങ്ങനെ പിന്നെന്താ വിശേഷം? ഞാൻ കുട മേടിച്ചു. എൻ്റെ കയ്യിൽ കുടയില്ല. എൻ്റെ കുട ഉണ്ടായിരുന്നു, അബ്ചേട്ടൻ മേടിച്ചുകൊണ്ടായിട്ട് കുട ഒരു അഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ 5 ഫോൾഡ് എന്നല്ല പറയാം, ഇത് മേടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ബാഗിൽ വെക്കുന്ന വെക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും വെക്കട്ടെ. അയ്യോ, ബാഗിൽ വെക്കുന്ന രീതിയിലുള്ള ഒരു കുട മേടിക്കാൻ വേണ്ടിട്ടോ. കളറല്ലേ, ബാഗിൽ വെക്കട്ടെ. കാരണം എൻ്റെ കുടയില്ലാന്നേ, എവിടെയെങ്കിലും പോകുമ്പോൾ ഇവരില്ലാന്നുണ്ടെങ്കിൽ ഒരു കുടയില്ല. പിള്ളേരെ കുട കൊണ്ട പോവാ. കാറിലാണെങ്കിൽ ഒരു കുടയുള്ളത്, അത് ശരിക്കും നിവർത്താനൊന്നും പറ്റില്ല. ഞാനൊന്ന് ആനയൂട്ടിന് പോയപ്പോഴാണ് അത് റിയലൈസ് ചെയ്തത്, ഒരു കുടയില്ലല്ലോ. കുട മേടിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വേഗം ക്ലീനിങ് ചെയ്യട്ടെ. ചേട്ടൻ അടിച്ചു വരാൻ തോന്നണില്ല. ഞാൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് ഞാൻ ഫൈനൽ സ്റ്റേജ് ഓഫ് തുടക്കലിൽ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. കിച്ചൺ തുടയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം കഴിഞ്ഞില്ലേ പണി എന്നുള്ള രീതിയിൽ കേട്ടോ. ഇവരെ കൊണ്ട് തുടപ്പിക്കാറില്ല ഞാൻ പിള്ളേരെ കൊണ്ട്, കാരണം അവർക്ക് അത് പിഴിയാൻ അറിയുന്നില്ല. ഒന്നല്ലെങ്കിൽ ഞാൻ പിഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തുടയ്ക്കും. അപ്പം ഞാനിപ്പോൾ ഒരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ലുലുന്ന് മറ്റേ സ്പിൻ ചെയ്ത സംഭവം കിട്ടില്ലേ നമുക്ക്, അങ്ങനത്തെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പം ഞാനത് ആമിയുടെയിൽ ആ ഡ്യൂട്ടി കൊടുത്തേക്കാം. പക്ഷേ ആദ്യമാണ് അത് ഇൻട്രസ്റ്റ് കയറിയേക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യം എനിക്ക് തുടച്ചൊക്കെ തന്നായിരുന്നു കേട്ടോ. എല്ലാവരും വൃത്തിയായി അടിച്ചു വാരി തുടച്ചു. എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അത് നിങ്ങൾക്ക് പറയുമ്പോൾ ചിലർക്ക് അത് വിയേർഡായിട്ട് തോന്നാം. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ശീലം എന്താണെന്നറിയോ, എനിക്കിട്ടല്ലോ വീടൊക്കെ രാത്രി അടിച്ചു വാരി തുടച്ച് കിടക്കുന്നത് ഇഷ്ടം. കുറേ പേരൊക്കെ കാലത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടേക്കണം. എനിക്ക് കാലത്ത് എണീക്കുമ്പോൾ നല്ല വൃത്തിയുള്ള വീട് കാണാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ മാക്സിമം അല്ല, ഞാനിവിടെ അടിച്ചുവാരി തുടക്കലൊക്കെ വൈകുന്നേരം മിക്കവാറും ദിവസങ്ങളെങ്കിൽ അബ്ചേട്ടൻ അടിച്ചുവാരി തരും, ഞാൻ തുടയ്ക്കും. അങ്ങനെ ചെയ്യാറ്. ഇത് ഇനിയിപ്പോൾ സാധാരണ സാറ്റർഡേസിൽ ചെയ്യാറില്ല കേട്ടോ. സാറ്റർഡേ ഞങ്ങളുടെ മടി ദിവസമാണ്. പക്ഷെ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ എനിക്ക് നാളെ കിച്ചണിൽ കയറുമ്പോൾ എനിക്ക് കാലൊക്കെ ഇവിടെ ഇങ്ങനെ വൃത്തിയില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വൃത്തിയായി. ഇപ്പം നാളെ കാലത്ത് എണീക്കുമ്പോൾ ക്ലീനിങ്ങിൻ്റെ പണികളില്ലല്ലോ. പിന്നെ പുറത്ത് മഴയാണ്, മുറ്റടിച്ചു വാരലും റോഡ് അടിച്ചു വാരലും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അങ്ങനത്തെ പണിയൊന്നും ഉണ്ടാവില്ല. കുക്കിങ്ങും വേണ്ട. നാളെ ഇത്തിരി ചോറ് മാത്രം വെച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റിന് ദോശമാവ് അരച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ കാലത്തേക്ക് വെക്കേണ്ടി വരുമായിരിക്കും, നോക്കാം. അപ്പം ഞാൻ പോയിട്ട് ഫ്രഷ് ആവട്ടെ. ഞാൻ ഇത്തിരി ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്യല്ലേ, ഒന്ന് എനർജി ആവാൻ വേണ്ടിയിട്ട് ഇത്തിരി ചൂടുവെള്ളത്തിൽ കുളിക്കാൻ തിരിച്ച്. ഞാൻ അല്ലാതെ ചൂടുവെള്ളത്തൊന്നും കുളിക്കാറില്ല കേട്ടോ. ഇവർ കുളിക്കലാണെന്ന് എനിക്ക് കൊതിയാവുന്നേ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ. ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അബ്ചേട്ടൻ പുഷ്പ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇരിക്കണേ. കുറേ തവണ കണ്ടിട്ടുണ്ട്. ആളുടെ ഫേവറേറ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചാൽ പുഷ്പയായിരിക്കും. അപ്പോൾ ആൾ പുഷ്പ കാണാനിരിക്കുക. അപ്പം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. എനിക്ക് വേറെ ഫിലിമൊന്നും കാണാൻ സമയമില്ല, കാരണം 10:45 അപ്പം അങ്ങനെ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു സിറം ഇട്ടു, മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഒന്ന് ശ്രദ്ധിക്കായ്മ കൊണ്ടും പല കാര്യങ്ങളും കൊണ്ടും കുരുവും പിമ്പിൾസും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മൊത്തത്തിൽ മൂഡ് ഓഫാണ്, നമുക്ക് ഫുൾ എനർജറ്റിക് ആയിട്ട് തിരിച്ച് വരണം എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ഇരുന്ന് പോരുത് കേട്ടോ. അയ്യോ ഞാൻ മൂഡ് ഓഫാണ്, നമ്മളിങ്ങനെ ഇരുന്നാൽ ചിന്തിച്ച് കൂട്ടുന്നതിന് ഒരു അന്തമില്ല എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ മാക്സിമം എന്താണ് നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ് ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇല്ല അവർക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താ, നമ്മളെ കാണുന്ന പോലെ ഇങ്ങനെ വ്ളോഗിൽ കാണുന്ന പോലെ ഫുൾ ടൈം നമ്മൾ ഹാപ്പിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ചിലർക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവും ഫുൾ ടൈം ഹാപ്പി ആൻഡ് ജോളി, അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ
അവിടെയും വഴക്കുകളുണ്ട്, പിന്നെ വയ്യായികളുണ്ട്, പിള്ളേരുടേതായ പഠിപ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ഓഫീസിൽ കാര്യങ്ങൾ ടെൻഷനുണ്ട്, എല്ലാം ഉണ്ട്. എന്തിനു പറയണം, എനിക്ക് യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ട്. എനിക്ക് എൻ്റെ യൂട്യൂബ് വേഗം എന്താ പറയുക മോണിറ്റൈസൊക്കെ ആക്കി എടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പം അതിങ്ങനെ ചില സമയങ്ങളിൽ അയ്യോ ഒന്നും ആവണില്ലല്ലോ ഇങ്ങനെ തോന്നും. പക്ഷെ അടുത്ത ദിവസം നമുക്ക് അതിന് നല്ലൊരു ക്യാച്ച് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാം. ലൈഫ് അങ്ങനെയല്ലേ, അങ്ങനെ നമ്മൾ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് പോയാൽ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ വന്ന് പോവുള്ളൂ കേട്ടോ. അപ്പം എനിക്കെന്തോ പറയണമെന്ന് തോന്നി. നമ്മളെങ്ങനെയാണ് വഴക്കും കാര്യങ്ങളൊക്കെ കാണിക്കുക, ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് സന്തോഷം കിട്ടാനല്ല എല്ലാവരും യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞാനിവിടുത്തെ തല്ലും വഴക്കും കാര്യങ്ങളൊക്കെ കാണിക്കില്ല, എന്തർത്ഥമുള്ള. നമുക്ക് മാക്സിമം സന്തോഷം അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കിട്ടുന്നത് എവിടെയാണോ അവിടെയായിട്ട് ചുറ്റിപ്പറ്റി നടക്കാട്ടോ. അതാണ് ഏറ്റവും നല്ലത്. നെഗറ്റീവായിട്ട് ആൾക്കാർ എന്തെങ്കിലും നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്ത് നടക്കാം. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങളിൽ എനിക്ക് ദ ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. എന്തിനാ അതിൻ്റെ ആവശ്യം? നമുക്ക് നെഗറ്റിവിറ്റി എവിടെ നിന്ന് കിട്ടുന്ന അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാം. ഇതെൻ്റെ ഭയങ്കര വലിയ എന്താ പറയുക സൈക്കോളജിക്കൽ സംഭവങ്ങളൊന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ തോട്ട്സ് പറഞ്ഞത് മാത്രം. ഇത് കർക്കിടക മൈലാഞ്ചി ഇട്ടതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ എടുക്കുമെന്ന് വെച്ച് ഞാൻ എടുത്തില്ല, നീ മറന്നു. ഇതിട്ടുന്ന എൻ്റെ ഇതിൽ ഞാൻ ലയിച്ചു പോയി. ഇത് അമ്മ അരച്ച് തന്നതാണ്. മൈലാഞ്ചി നമ്മൾ ട്യൂബൊന്നല്ല, ഇല പൊട്ടിച്ച് അരച്ച് തന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കർക്കിടകത്തിലെ ഫസ്റ്റ് വെള്ളിയാഴ്ച മൈലാഞ്ചി ഇടും. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇടാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇട്ടില്ല, തോന്നുന്നു. കുറച്ച് നേരം തന്നെ ഇരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചുമന്നതിനേക്കാളൊക്കെ ചുമക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.